കള്ളത്തെണ്ടി അവന്റെ തലമുട്ട അടിച്ചു പൊട്ടിക്ക. ഇവനൊക്കെ ഒറ്റൊരുത്തം കാരണം നമ്മൾ ഈ ഗതിയിലായത്. നോക്കടി, വന്നല്ലോ കോടീശ്വരൻ. നീ ഇന്നലെ എന്നോട് എന്താ പറഞ്ഞത്? രാവിലെ ആകുമ്പോ നമുക്ക് എല്ലാ പണവും കൂടെ ചേർത്ത് ഇവിടെ സെറ്റിൽ ചെയ്യാം, ഹാപ്പി ആയി അടിച്ചു പൊളിക്കാം എന്തൊക്കെയായിരുന്നു. എവിടാ പണം? നീ പറയുന്നൊന്നും കേൾക്കുന്നില്ല. ദേവൻ പഞ്ഞി വെച്ചേക്കുവാ. ചെവിയില് പഞ്ഞി വെച്ചോണ്ടാണല്ലേ ഇത്ര നേരം ആളെ കൊച്ചാക്കിയത്. നിന്റെ ചെവിയിലല്ല മൂക്കിലാ പഞ്ഞി വെക്കണ്ടേ. ഇന്റർവ്യൂല് വരാൻ കേട്ടോണ്ടിരുന്നേ, കേട്ടാക്കി റിപ്പീറ്റ്. എടി പറയുമ്പോ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള വല്ലതും പറയാൻ നോക്ക്. ഇതിൽ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത തെറിയേക്കാം മാമിയുടെ മുമ്പിൽ ചെന്നാ. ഇവരെയൊക്കെ വിശ്വസിച്ച് അവരെ മിഡ് നൈറ്റ് കുത്തിപ്പൊക്കിയ ഇവിടെ പറഞ്ഞാ മതി. ദേ നിക്കുന്നൊരുത്തെ അവൻ ഇന്ന് എന്താടാ വായും വിളിച്ച് നിക്കുന്നേ? ഓ അപ്പൊ ഇതാണ് കാര്യം. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പോടാ. ഒന്ന് പോയി കുളിയടാ. നീ ഇന്നലെ എന്താ പറഞ്ഞേ? KNK ഓട്ടോമൊബൈൽസ് പ്രൊപ്പറേറ്റർ മനോഹരൻ സ്പീക്കിംഗ് എന്നാ? നീ ജീവിതകാലം മുഴുവനും താടിയും മുടിയും വളർത്തി അവളെ നോയിക്കൊണ്ടിരിക്കും. അവളുടെ അച്ഛനും മാതിരിക്ക് ട്രാൻസ്ഫറാടാ. ഇപ്പൊ പുറകെ പോയ വീട് കണ്ടുപിടിക്കാം. ഹലോ, നീ ഇതുകൊണ്ടോടെ അടുത്ത് എന്റെ അമ്മയ്ക്ക് സംസാരിക്കണോന്ന്. നിന്റെ അമ്മയുടെ 16 വെക്കടാ. എന്താടാ പറഞ്ഞേ? നിന്റെ അമ്മയുടെ 16 അവളെ വടി ഇല്ലെന്ന്. சார் சார் எங்களை சுட்டிங்கன்னா எங்க பாடி தான் சார் உங்களுக்கு கிடைக்கும். എനിക്ക് ഏതായാലും ഓക്കേടാ. പ്ലീസ് സർ, ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം വേണം. ഓൺലി 1 വീക്ക്. അതിനുള്ളിൽ എനിക്ക് സാധനം കിട്ടണം. ഇല്ലെങ്കിൽ 3-നും ലേഡീസ് മൂവ് ബാക്ക്. കാശുണ്ടാക്കാനുള്ള എളുപ്പ വഴിയാണോ ഇത്? ശവം തോണ്ടല്. அப்புறம் வாடகை கொடுக்கணும், செமஸ்டர் ஃபீஸ், எக்ஸாம் எழுதணும்ல, அதான் கிடைச்சா நல்லா இருக்கும்னு நினைச்சோம். ഇപ്പൊ മാമി വീട് ഒഴിയാൻ പറഞ്ഞു. എന്താ ചെയ്യാൻ പോകുന്നേ? പിന്നെ ഈ ലോകത്ത് മാമിയുടെ വീട് മാത്രമേ ഉള്ളൂല്ലോ. നീ കൂടുതൽ സംസാരിക്കണ്ട. നീ കാരണം ഇത്രയും പ്രശ്നം ഉണ്ടായത്. പിന്നെ ഇനിയിപ്പോ എല്ലാം കൂടെ എന്റെ തലയിലോട്ട് വെക്ക്. ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ചെയ്തത്, അതാദ്യം മനസ്സിലാക്കുക.